പ്രിയ ഗുരുവിന് ശിഷ്യരുടെയും സുഹൃത്തുക്കളുടെയും സ്മരണാഞ്ജലി. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ശരത് ചന്ദ്ര മറാഠയുടെ അനുസ്മരണ ദിനം സംഗീതാർച്ചനയും സംഗീതാനുഭവങ്ങളും കൊണ്ട് ശ്രദ്ധേയമായി. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ശരത് ചന്ദ്ര മറാഠയെ ശിഷ്യർ അനുസ്മരിച്ചു. അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി കർണാടക സംഗീതജ്ഞൻ ഹരിപ്പാട് KPN പിള്ള ഉദ്ഘാടനം ചെയ്തു. ശരത് ചന്ദ്ര മറാഠയുമായി ആകാശവാണിയിലും മറ്റുമായി നടത്തിയ ജുഗൽബന്ദി ഉൾപ്പെടെയുള്ള സംഗീതാനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. ഹിന്ദുസ്ഥാനി സംഗീതത്തോടുള്ള നമ്മളുടെ ഭാവം ഉള്ളിൽ വളർത്തിക്കൊണ്ട് തന്നെ കർണാടക സംഗീതം പഠിച്ചു. അങ്ങനെ എന്നോടൊപ്പം വളർന്ന MG രാധാകൃഷ്ണൻ, ശ്രീകുമാരൻ തമ്പി ഒക്കെ ഒരു ക്ലാസ്സിൽ അങ്ങനെ പഠിച്ചു വന്ന ആളുകൾ. അവർ രണ്ടുപേരും SLC കഴിഞ്ഞ ആലപ്പുഴ SD കോളേജിലേക്ക് പോയി. ഞാൻ മ്യൂസിക് കോളേജിൽ പോയി. പക്ഷേ തിരുവനന്തപുരത്ത് ഹിന്ദുസ്ഥാനി സംഗീത പരിപാടി കച്ചേരി കേൾക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അവിടെ ഉണ്ട് കർണാടക സംഗീത കച്ചേരി. അല്ല അവരുടെ ആറ്റിങ്ങലോ ആ ഭാഗത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി കേൾക്കാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഹിന്ദുസ്ഥാനി സംഗീതത്തോട് വളരെ കൂടുതൽ താല്പര്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ശരത്ചന്ദ്ര മറാഠയെ അദ്ദേഹം വീട്ടിൽ ഒരു ദിവസം അവിടെ എത്തി. വിനീഷ് വിദ്യാധരൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ മനോജ് കാളൂർ, T വേലായുധൻ, ഇരിങ്ങൽ പ്രഭാകരൻ, ഗിറ്റാറിസ്റ്റ് ജോൺസൺ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ശരത് ചന്ദ്ര മറാഠയുടെ പ്രഥമ ശിഷ്യനും ഗസൽ ഗായകനുമായ അനിൽ ദാസും സംഘവും ഹിന്ദുസ്ഥാനി സംഗീത വിരുന്നൊരുക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.